ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മൂട്ടി, ഇന്ന് എന്തൊക്കെയാണ് രാവിലത്തെ നമ്മുടെ പരിപാടി? ഇവരോട് പറഞ്ഞോളൂ. എന്നത്തെയും പോലെ ഇന്നും നമ്മൾ ബ്ലോഗാണ്. പോരാ ഇന്ന് നിന്റെ എനർജി പോലെ ഇന്ന് നിങ്ങൾ പറ. ഇന്ന് ഇവൾക്ക് എനർജി എന്നത്തെയും പോലെ ഇന്നും നമ്മൾ ബ്ലോഗാണ്. നെക്സ്റ്റ് വേറെ അടുത്തത്. അത് രാവിലെ ഞങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ആക്കാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ രാവിലെ നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ബട്ട് ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടൊരു ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളാണ് കേട്ടോ താരം. കാരണം ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ സ്ക്രിപ്റ്റ് പ്ലാൻ ആക്കിയത് അമ്മുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വരും. എനിക്കറിയാം എന്റെ സ്ക്രിപ്റ്റ്. നിന്റെ സ്ക്രിപ്റ്റ് അറിയാലോ, അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഷൂട്ട് തുടങ്ങണ്ടേ? ഇവൻ എന്നത്തെയും പോലെ ഭരണം തുടങ്ങിയിരിക്കുന്നു. എല്ലാം എടുത്തിട്ട് വാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പണി തുടങ്ങുമ്പോഴത്തേന് അതിൻ്റെതായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വേണം. എടുത്തിട്ട് വാ മുടി. പോയി എടുത്തിട്ട് വാ. എന്തി അപ്പുറത്തുണ്ട്, പോയി തപ്പ്. സോ ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഞാൻ പ്ലാൻ ആക്കുന്നത് പ്രാങ്ക് വീഡിയോ ആണ് കേട്ടോ. അമ്മ നമുക്കൊന്ന് പ്രാങ്ക് ചെയ്യാം. ഓക്കെ, അവള് അപ്പുറത്തുണ്ട് കേട്ടോ. എടുത്തിട്ട് വാ. അവളിന്ന് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. ഇതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പ്ലാൻ ആക്കുന്നത് കേട്ടോ. ട്രൈ ചെയ്താൽ നടക്കൂല്ലെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, എവിടെ കണ്ടോ? ഞങ്ങള് പോവാട്ടോ. വാ. എടി ഇങ്ങോട്ട് വാ. കാക്കിയേ ഇവിടെ. നീ അവിടെ നിൽക്കും, ഞാൻ അവളെ വിളിക്കാനുള്ള ചെറിയ വഴികളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാനാടാന ഇത്ര കിളിയേ ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ അല്ല, ഇതിലും വലുത് ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. പാട്ട് കേട്ട് വെറുതെ പോയി. സോ അപ്പൊ നമ്മള് നമ്മുടെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫ്രെയിം. ഈ രണ്ട് ഫ്രെയിമേ ഉള്ളൂ. കാരണം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ വെക്കാറില്ല. കാരണം അവിടെ എല്ലാം തുണിയെല്ലാം വാരി വലിച്ചിട്ടേക്കാണ്. ബിക്കോസ് അത് എന്റെ തുണിയാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഇന്നത്തെ കണ്ടന്റ്. പക്ഷെ ആ കണ്ടന്റ് ആ സ്റ്റോറി ഞാനാക്കിയത് ഞാനല്ല, ഇവളാണ് കേട്ടോ. അതായത് എന്നെ ആസ്പദമാക്കി എന്നെ മനഃപൂർവ്വം തേച്ചു വാരി ഒട്ടിക്കണം എന്നുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഒറ്റ കാരണത്താൽ മാത്രമാണ് ഇവള് ആ സ്ക്രിപ്റ്റ് ആക്കി വെച്ചത്. അത് ഞാൻ പോലും അറിയാതെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക്. അത് എന്നുള്ള വാശിക്ക്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം. ഒരു ഭർത്താവിന്റെ രോദനം. തുടങ്ങാം. ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അമ്മു എഴുതിയ സ്ക്രിപ്റ്റും ഷോട്ടും ആണ് കേട്ടോ. ഇതിനകത്ത് എനിക്ക് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല കേട്ടോ. ഒള്ളി അവൾ നീയാണ് പറഞ്ഞു തരേണ്ടത്, ഞാൻ അഭിനയിക്കത്തേ ഉള്ളൂ കേട്ടല്ലോ. തെറ്റിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. കാരണം തെറ്റിച്ചു കഴിഞ്ഞാൽ ഞാനല്ലേ ദേഷ്യപ്പെടണ്ടേ? അല്ല, ഞാനല്ലേ കണ്ടന്റ് എഴുതിയത്. നേരത്തെ വ്ളോഗിൽ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞേ. നീയല്ലേ എഴുതിയത്? അപ്പൊ അതെ, ഞാനേ എഴുതിയേ. അപ്പൊ ടിൻചൻ, ഞാൻ ഡയറക്ടർ. അപ്പൊ ഞാൻ പറയുന്ന ടിൻചൻ അനുസരിച്ചില്ലെങ്കിൽ എനിക്കല്ലേ ദേഷ്യം വരുന്നത്. നീ എന്നെ ധിക്കരിച്ച് എഴുതിയ. അപ്പൊ നീ നേരത്തെ ഇങ്ങനെയല്ലല്ലോ ഈ ബ്ലോഗിൽ പറഞ്ഞേ. ഞാനല്ലേ എഴുതി. അപ്പൊ ഇത് ഞാനല്ലേ എഴുതിയേ. അപ്പൊ ഞാൻ തെറ്റിച്ചു കഴിഞ്ഞാൽ നിനക്ക് കിട്ടും. എന്റെ തുണിയല്ല ഞാൻ വലിച്ചു വരിയിടാം. അതിന്റെ വേണ്ടി 2-3 തുണി എടുത്തു വെച്ചോ. അങ്ങനെയല്ല ടിൻചാ, മനസ്സിലായി. ഇവിടുന്ന് എടുത്തിടണ്ട, ഇവിടുന്ന് എടുത്തിട്ടാ മതി. ആങ്കറിന്ന് ഇങ്ങനെ ഇരുന്നാ മതി. അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് മനസ്സിലാവും. ഇത് ഈ ഒരു ആങ്കർ എടുക്ക, ഇതിട്ടാ ഇങ്ങനെ നോക്കുന്നു. ഇങ്ങനെ ഈ സംഭവം ഒരെണ്ണം 3 ഇങ്ങനെ തൊട്ടെടുക്കണം. എന്നാലല്ലേ ജെനുവിനിറ്റി തോന്നുന്നു. ഇതൊക്കെ ആദ്യമേ സ്ക്രിപ്റ്റിലാക്കണം. സ്ക്രിപ്റ്റിലുണ്ട്. സ്ക്രിപ്റ്റില് കഥയിലുണ്ടാക്കിയിട്ട് കാര്യമില്ല, ഭാവിയിൽ എഴുതുവാണോ? നീ അത് പറഞ്ഞു തരണം. അപ്പൊ എനിക്ക് മനസ്സിലുണ്ട് അത് പറയാ. കൊറേ സമയം ഞാൻ എന്റെ പണി നോക്കി പോകും കേട്ടോ. കൊണ്ടുപോകുന്നത് നീ ചെയ്യുന്നതല്ലേ എഴുതി പിടിപ്പിച്ചത്, അല്ലാതെ കണ്ടാവേണ്ടി ഒന്നും അല്ലല്ലോ. ഒരു ഇത് പീസ് എടുത്തിട്ട് അങ്ങനെ ആക്കിയാണ്. കഥാകൃത്താവാൻ വേണ്ടി പോയതാ. ഫ്ലോപ്പ് കഥയെ കൊണ്ട് വന്നേക്കുന്നു. വേഗം എടുക്ക്, തമാശ അടിച്ചോണ്ടിരിക്കാതെ.
ആ വാ എവിടെ പോന്നെ? അതിലല്ലേ സീരിയസ് ആണ്. റെഡി. എന്റെ ഷോട്ട് എന്റെ മറ്റേ ഇത് എടുക്ക്. ഇത് ഇവിടുന്ന് കറക്റ്റ് ഫ്രെയിം. ഷർട്ട് ഇവിടെ ഞാൻ വെക്ക്. കറക്റ്റ് ഫ്രെയിമാ ഞാൻ വെച്ചേക്കുന്നത്. നീ അവിടുന്ന് കേറി വന്നാൽ മതി. ഇവിടെ 3 ഷർട്ട് വെക്കാം. വേണ്ട, ഇതിപ്പോ ഇവിടെ ഇരുന്നോട്ടെ. ഇത് മാത്രം മതി, ബാക്കിയെല്ലാം വേണ്ട. ഓക്കെ, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ കാണണ്ടേ? അത് ഞാൻ അതിന് വേണ്ടിട്ട് വേറെ ഷോട്ട് എടുത്തോളാം. ഇതാ ഞാൻ പറഞ്ഞ, നമ്മൾ ഓൾറെഡി നമുക്ക് അത് മനസ്സിലാ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന സമയം വേസ്റ്റ് ആണ്. ബുക്ക് എടുത്തു തരാം. ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ആ ഷൂട്ട് എന്റെ മനസ്സിലുണ്ട് ടെൻഷൻ. അത് മനസ്സിലുണ്ടായിട്ട് കാര്യമുണ്ടോ? പിന്നെ എവിടെയാ വേണ്ടേ? ഞാൻ ടീച്ചറോട് പറഞ്ഞില്ലേ അത് ഇങ്ങനെയാന്ന്. ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. ഇതിനകത്ത് എഴുതണം, എന്നാലേ ഞാൻ ഇങ്ങനെ എഴുതിയപ്പോ നീ പറഞ്ഞ ഇത് കഥ പോലെയുണ്ടെന്ന്. അതെ, ഇത് കഥ പോലെ ഉണ്ട്. ഇതുപോലെ ഈ കറക്റ്റ് സാധനങ്ങൾ അതുപോലെ എഴുതിയാൽ മാത്രമേ നമുക്ക്. ഞാൻ എന്നിട്ട് ഇത് എഴുതിയതല്ലല്ലോ ടിഞ്ചിന് അവിടെ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റിൽ പരിപാടി തീരും. എങ്ങനെയാണേലും വേഗം. എങ്ങനെയായാലും ഞാൻ സൂപ്പർമാനോ ഇതെല്ലാം അറിയാൻ വേണ്ടിട്ട്. വേഗം എടുക്ക്. ഞാൻ എന്നാ പറയണ്ടേ? നീ മറ്റേ സാധനം പറഞ്ഞോണ്ട് വന്നാൽ മതി. കറക്റ്റ് ഫ്രെയിമാ ഞാൻ വെച്ചേക്കുന്നത്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. വിളിക്കന്നെ അമ്മൂട്ടി. ഓ എന്നാ ടിഞ്ചാ, എനിക്കൊരു ഷർട്ട് വേണം. ഇതല്ലേ ഷർട്ട് ഇരിക്കുന്നു ഇവിടെ. അപ്പൊ നീ ആ മറ്റേ ഡയലോഗോ മറ്റേ പേടിച്ചു പോയല്ലോ, ഇതിനാണോ വിളിച്ചത്? ഒരു കേണ അറിയത്തില്ല. പേടിച്ചു പോയല്ലോ. നീ ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എന്റെ രീതിക്ക് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണേലും മതിയല്ലോ. പിന്നെ ഇത് എഡിറ്റ് ചെയ്യുമ്പോ ഇത് അതുപോലെ ആക്കണ്ടടി. എന്നാ നീ ഇത് ചെയ്യണ്ട, മറ്റേ ചെയ്യാം കേട്ടോ. ടെൻഷൻ എടുത്തില്ലേ മുടി നരച്ചേ, അത് ചെയ്യാം ഇപ്പൊ. എന്നാ ഈ ഷർട്ട് ഇട്ടിട്ട് അത് ചെയ്തേ. എന്തിനീ വല്ലാത്ത പരിപാടി ഒപ്പിച്ച് വെച്ചേക്കുന്നത്? ഞാൻ ഓർത്ത് ഇന്ന് 2 വീഡിയോ ആയെന്ന് വിചാരിച്ചിട്ടാ ഞാനും. നീ പിന്നെ മര്യാദക്ക് ചെയ്യാത്തോണ്ടല്ലേ. അതിനെന്ത് ചെയ്യാ? ഞാൻ എവിടെയും കുറച്ച് നീ അല്ലേ ഈ സമയം ലാഗാക്കിയത്. എന്റെ അടുത്തുനിന്ന് ക്യാമറമാൻ കൊറേ സമയമായിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്തിനു നീ ദേഷ്യപ്പെടുന്ന? എനിക്ക് പിന്നെ ഞാൻ തുടങ്ങുമ്പോഴേക്കും നീ നിർത്താന്ന് പറയുന്നേ. കാലെല്ലാം വേനെടുക്കുന്നുണ്ട്. എനിക്കും അതെ. ഞാൻ എഴുതിയ സ്ക്രിപ്റ്റാണ്, എത്ര പെട്ടെന്ന് പടക്കേന്ന് തീർന്നു. എടാ ഞാൻ ആദ്യമായിട്ടല്ലേ എഴുതുന്നത്, എനിക്ക് അറിയത്തില്ലല്ലോ. പിന്നെ എന്തിനീ പരിപാടിക്ക് നിൽക്കുന്നേ? ദേഷ്യം വരും. നീ എന്തി കാണിക്കുന്നേ? നീ എന്തിനീ അടങ്ങാറാക്കിക്കൊണ്ടിരിക്കുന്നു? നമുക്കെന്നാ മറ്റേ ചെയ്യാം. ശരി വാ. ഇത് ഇവിടെ വന്നാ പഴയത് ചെയ്യുമ്പോ വേണ്ട ഇത് വേണ്ട, ചെയ്യണ്ട, വേണ്ട, ഇങ്ങോട്ട് വാ. ഇത് ചെയ്യുമ്പോഴേക്കും നിനക്ക് ഇളക്കം തുടങ്ങും. എന്നെ ഇട്ട് കുറ്റപ്പെടുത്തി. ഇത് ചെയ്യണ്ട, ഇങ്ങോട്ട് വാ. ഇതന്നെ ക്യാമറ റണ്ണിങ്ങില്ല, അപ്പത്തേന് ആ ഫ്രെയിം അത് ഓഫ് ആക്ക്. ഇതന്നെ എന്നിട്ട് ഫസ്റ്റ് തീരുമാനാക്കിട്ട് എടുക്കാൻ. വെറുതെ എന്തിനാ ചാർജ് കളയുന്നത്? നീ റെഡിയാക്ക. എന്ത് ഇതന്നെ ഷർട്ട്, ബാക്കി ഞാൻ ഷൂട്ട് ചെയ്തോളാം. ഡയലോഗ് പറയേ. എന്നാ ഇത് ഇട്ടോ ഡിഞ്ചാ. ഓക്കെ. പോടും, ദേഷ്യം പിടിപ്പിക്കാതെ. ഇങ്ങനെയാണ് ഇട്ടാന്ന് പറയുമ്പോഴേക്ക് അത് ഞാൻ സൂം ചെയ്തെടുത്തോളാം. ഞാൻ നിർത്തോ, നീ ചെയ്തോ. നിന്റെ കണ്ടന്റ് ഇവിടെ വർക്കാവും. എഴുതാനും അറിയില്ല. എന്നാ എഴുതി പിടിപ്പിച്ചില്ലെന്ന് വിചാരിച്ചു നീ അത് നോക്കുവോ പറക്കൊന്നുമില്ല. ആരൊക്കെ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ ഒന്നും ആരും മനസ്സിലാവും. നീ എന്തിനാ വെക്കുന്നേ? വാ, ഈ
സമയം എന്തിനാ കളയുന്നേ? ഇവിടെ എന്നെ കാണിക്കുന്നേ. എനിക്ക് മടുത്തിട്ട് ക്ഷീണം പിടിപ്പിക്കാതെ കുറെ സമയം കാല് കളിക്കുന്നേ. പിന്നെ എടുത്ത് തീർക്കാം. ഇത് തീർത്തിട്ട് അടുത്ത ഷോട്ടിൽ അല്ലെ അടുത്ത വ്ലോഗ് നമ്മൾ ചെയ്ത് നടക്കൂല. ഇന്ന് വേഗം ഒരു ദിവസം കിട്ടുമ്പോ അത് നമ്മൾ യൂസ് ചെയ്യണം. വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ സമയം കളയുന്നത് ചെയ്ത് തീർക്ക്. ഇത് ഞാൻ എടുത്തോണ്ട് തന്നെ വരുമോ? അല്ല, നീ അവിടെ നിന്ന് എടുത്തു തന്നാ മതി. ക്യാമറ ആക്ഷൻ. ഇടി ഏതെങ്കിലും ഒരു ഡ്രസ് എനിക്ക് എടുത്തതാ. ഇതല്ലേ ടിഞ്ച കിടക്കുന്നത്. ടിഞ്ചന് ഇത് ഇട്ടാ പോരെ? നീ എവിടെ പോവാ? അപ്പൊ നീ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സീനിന്നെ ഇതൊന്നും അറിയത്തില്ല. എടുത്തു വെക്കുക. എടുക്കണ്ട. ആ ഷർട്ട് അടുത്ത വീഡിയോയിൽ ഇടാനുള്ളത് അത് ചുളുക്കി പറിച്ച് കൊറേ സമയം എടുക്കാൻ തുടങ്ങി. ഭ്രാന്ത് പിടിപ്പിക്കാതെ. ഞാൻ പോന്നു. നീ അവിടെ പോ. ഇങ്ങനെ ഒരു ഇതും ഇല്ല വീഡിയോയ്ക്ക്. ആക്കുവാന്നുള്ള സമയം എനിക്ക് മനസ്സിലായി. പിന്നെ പ്രാങ്ക് ആക്കുന്നില്ലേ ഇത്? പ്രാങ്ക് ആക്കുന്നതാണോ? അന്നാ ഏതെങ്കിലും ഒന്ന് എടുക്കുക. കൊറേ സമയായി ഇതിന്റെ കളിക്കുന്നത്. നീ പ്രാങ്ക് ആക്കുവാണെങ്കിൽ എന്നോട് പറ. പ്രാങ്ക് ഇത് പ്രാങ്ക് അല്ല, സീരിയസ് ആയിട്ട് എനിക്ക് മടുത്തു. ഞാൻ ഇവിടെ എനിക്കും അതെ. വാ, ഞാൻ ഇവിടെ ബാക്കിലിരിക്കാം. ഞാനും ബാക്കിലിരിക്കാം. അപ്പൊ ഞാൻ ആർക്ക് കാണാനാ? നീ അവിടെ നിന്ന് പോ, ഞാൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം. പോ. റെഡി, സ്റ്റാർട്ട്, ക്യാമറ ആക്ഷൻ. പോ. ഇത് പിടിച്ചോണ്ട് പോണോ? വാടിഞ്ച. എടി നീ പോടി. നിനക്ക് ഞാൻ പറഞ്ഞ കഥയുടെ ഐഡിയ അറിയത്തില്ല. അറിയാം, നീ ബാക്കിലേക്ക് പോ. അപ്പൊ നീ അത് ചെയ്യ്. ഞാൻ ചെയ്യാം. എന്റെ ഷോട്ട് അടുത്തല്ലേ ഇപ്പൊ നിന്റെ ഷോട്ട്. നീ എന്തിനാ എന്നെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നേ? കുറ്റം പറഞ്ഞു. നീ ആ ഷർട്ട് അവിടെ വെച്ചിട്ട് നീ നടന്നു പൊക്കോ. അപ്പൊ നീയോ സ്ക്രീനിൽ ഇല്ലേ? ഇല്ല, ഇപ്പൊ എന്റെ ഞാൻ ഫ്രെയിമിലില്ല. നീ ഫ്രെയിമിൽ ഇല്ലാന്ന് മനസ്സിലായി. ഇങ്ങോട്ട് വാ. എടി ഞാനിവിടെ ഷൂട്ട് ചെയ്ത് തരുമല്ലേ? ഞാൻ ഒറ്റയ്ക്ക് എന്നിട്ട് എന്ത് ഷൂട്ടാക്കാൻ? കാര്യം പറഞ്ഞാലും മനസ്സിലാവത്തില്ലല്ലോ. ദൈവമേ, മുഖവും ചുളിച്ചോണ്ട് പോണുണ്ട്. ഭ്രാന്ത് വരുന്നുണ്ട്. പൊക്കോ. ഇത് സക്സസ് ആവുമെന്ന് അറിയത്തില്ല. അമ്മൂട്ടിയെ വാ. സോ അങ്ങനെ നമ്മള് ഇന്നത്തെ ഷൂട്ട് അവസാനിപ്പിച്ചു കേട്ടോ. ഇതാ അമ്മൂട്ടി ഇവിടെ നിൽപ്പുണ്ട്. അമ്മൂട്ടി വിഷമിച്ചിരിക്കുകയാണോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ രണ്ടാമത്തെ ഷൂട്ടാണ് കേട്ടോ. ആദ്യം ശരിക്കും ഇവളുടെ എക്സ്പ്രഷൻ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് രണ്ടാമത് ഞാൻ വീഡിയോ എടുത്ത് ഒന്നുകൂടെ നോക്കി ഇത് പ്രാങ്കാന്നൊക്കെ പറഞ്ഞ് ശരിക്കും എടുത്തു കാണിച്ചപ്പോഴത്തേന് വീഡിയോ റെക്കോർഡായില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവൾക്ക് മുഖത്ത് ഫുൾ സന്തോഷമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നടന്നല്ലോ. കാരണം ഞാൻ പ്രാങ്ക് ചെയ്തത് ശരിക്കും ഇവൾക്ക് അത് മനസ്സിലാവുകയും അതുപോലെ അത് അവള് കണ്ടുപിടിച്ചു അതിനനുസരിച്ച് അവള് ബിഹേവ് ചെയ്തതിന്റെ സന്തോഷവും ക്രെഡിറ്റും ആ ഒരു അഭിമാനമാണ് ആ മുഖത്ത് കാണുന്നത്. ശരിയല്ലേ? സത്യം പറഞ്ഞാൽ എനിക്കത് പ്രാങ്ക് ആയിട്ട് തോന്നിയായിരുന്നു. ടെൻഷൻ അല്ലേ, അത് എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കലില്ല. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് വീഡിയോ പ്ലാൻ ആക്കാൻ തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു മൂഡില്ലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഇവള് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഒരിക്കലും അല്ല. കാരണം ആ സമയത്ത് ഇവളെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തു, ഇവളെ എഴുതി. ബട്ട് രാവിലെ എണീറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് വ്ലോഗ് ചെയ്യുന്നത് ജസ്റ്റ് ഇവള് ചെയ്തതിനെ ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യുന്നു, അങ്ങനെ ഇവളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. ഓൾറെഡി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് കമന്റ് ചെയ്തിട്ട് ഇവളെ ഒന്ന് കരയിപ്പിച്ച് വീഡിയോ ചെയ്യാവുന്നു, പ്രാങ്ക് ചെയ്യാവുന്നു. ബട്ട് എനിക്ക് പ്രാങ്ക് ചെയ്യുന്നത്
പറ്റുന്ന പരിപാടിയല്ല. കാരണം എനിക്ക് ഞാൻ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടെയുള്ളവർ ഈ കരയുന്നത്, അവര് വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പറ്റത്തില്ല. അത് മെയിനായിട്ടൊരു ഘടകമാണ്. അപ്പൊ അത് പ്രാങ്ക് ആണെങ്കിലും റിയൽ ആണെങ്കിലും എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ പറഞ്ഞല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചപ്പോഴത്തേന് ഇവൾക്ക് മാക്സിമം ഇവളുടെ മുഖത്ത് വരുന്ന ആകെ ഒരു ഭാവം എന്ന് പറയുന്നത് ദേഷ്യമാണ്. അത് നല്ല അടിപൊളിയായിട്ട് വരും. അന്നാണ് ഇവള് അല്ലെങ്കിൽ എന്നെ കാണാതെ ക്യാമറയൊക്കെ ഒളിപ്പിച്ച് വെച്ച് പ്രാങ്ക് ചെയ്യണം. ഇത് ടിൻചൻ ക്യാമറ അവിടെ വെച്ചോണ്ട് തന്നെ വ്ളോഗിന്റെ ടൈപ്പാണ് പൊക്കോണ്ടിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു പ്രാങ്ക് അല്ല, ഇങ്ങനെ പ്രാങ്ക് ആയിരിക്കും എന്നെനിക്ക് കത്തിയായിരുന്നു. കാരണം ഇവിടെ ഇരുന്ന് ആദ്യം ഞാൻ എന്നെ അകത്തേക്ക് വിട്ടപ്പോഴേ ടിൻചൻ എന്നെ കൂട്ടാതെ വ്ളോഗിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നീ കേട്ടായിരുന്നോ? ഇല്ല, എന്തോ ഇങ്ങനെ കുശിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തോ പണി വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് പ്രാങ്ക് ആണോ എന്ന്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോൾ എവിടെ ഒളിപ്പിച്ച് വെക്കാൻ ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഇവൾക്ക് ഇത് കത്തും. കാരണം ഓരോ കാര്യങ്ങൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും ഈ വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ ഷൂട്ട് ചെയ്യാം. അപ്പൊ ആ സമയത്ത് ഇവളെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നു, ഇവളെ ദേഷ്യപ്പെടുത്തുന്നു, ഇവളുടെ ദേഷ്യം മാക്സിമം പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഏകദേശം അത് സക്സസ് ആയി കേട്ടോ. നിങ്ങൾക്ക് ദേഷ്യം വന്നില്ലേ? കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. സംഭവം ഒന്നെങ്കിൽ ചെയ്യണം അല്ലെങ്കിൽ നിർത്തണം. ടിൻചൻ ഇതിന് രണ്ടിനും നടുക്കാണ് നിൽക്കുന്നത്. ചെയ്യാന്ന് പറഞ്ഞ് തുടങ്ങും, പിന്നെ നിൽക്കും, ഇതായിരുന്നു. അപ്പേക്ക് കുറെ നേരം ആകുമ്പോഴേക്കും ഏത് മനുഷ്യനാണെങ്കിലും ക്ഷമ കെട്ടുപോകും. ആ ക്ഷമയുടെ നെല്ലിപ്പലകയാണ് നമുക്ക് വേണ്ടിയിരുന്നത്. എനിവേ ഇന്നത്തെ ഡേയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത് കേട്ടോ. സോ നമ്മുടെ ഷൂട്ട് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോയിട്ട് ഷൂട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉദ്ദേശിച്ച ഒരു കാര്യം ഇവിടെ അവസാനിച്ചു. കാരണം പ്രാങ്ക് നടന്നില്ലെങ്കിൽ ഇറിറ്റേഷൻ നടന്നിട്ടുണ്ട് കേട്ടോ. യെസ്, ഓഫ് കോഴ്സ് പ്രാങ്ക് ചെയ്തിട്ട് പോയാൽ ഇറിറ്റേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്ന് സബ്സ്ക്രൈബ്. ഓക്കെ, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നത്.